നിന്റെ സേതയ്ക്കും കുമാരേട്ടനും തന്നെ. എവിടെയൊക്കെ തെരഞ്ഞു അവസാന കടപ്പുറത്തുണ്ടെന്നറിഞ്ഞ്. അന്നെ കൊണ്ടുപോകാനാ ഞങ്ങള് വന്നത്. അതു എന്താ ഈ വരില്ലേ? ഞാൻ അങ്ങോട്ട് കാറും ബംഗ്ലാവും ഉള്ളിടത്തേക്കല്ല വിളിക്കണത്. കാര്യം കഴിയുമ്പോ വലിച്ചെറിയാനോ അല്ല, താടിയാണെങ്കിലും മൂടി കുടിക്കുക. ഞങ്ങളുടെ പൂരപ്പര നിന്റേതും കൂടിയല്ലേ. ആരും ഇല്ലാത്തവന്റെ കണ്ണീര് പടച്ചോനും കൂടി കണ്ടില്ലല്ലോ. അബ്ദു, റബ്ബുൽ തമ്പുരാൻ അവന്റെ പടപ്പുകളെ വേദനിപ്പിക്കുന്നവനല്ല. അള്ളേ റസൂലും പറഞ്ഞ കാര്യങ്ങളല്ല മോനെ നടക്കണമൊന്നും. എത്തിയും മക്കളെ സംരക്ഷിക്കണവര് എന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ചിരിക്കുമെന്ന് പഠിപ്പിച്ച റസൂലിന്റെ ദീനല്ല എന്നോട് ഈ തെറ്റിയത്. കീശ നിറച്ച് കാശുണ്ടാവുമ്പോ മനസ്സ് കല്ലാവണ മനുഷ്യരാ. ആ കൂട്ടത്തിലല്ല ഞങ്ങള്. ഒന്നും ആലോചിക്കാനില്ല, ഞങ്ങളുടെ കൂടെ വരിക. എന്താ മിണ്ടാത്തത്? ഒരേലൊന്ന് പോണെന്ന് പറഞ്ഞിട്ട്. ഞാൻ വരണില്ലെന്ന് പറഞ്ഞില്ലേ? ആ പാവത്തെ അടിച്ചിറക്കി വിട്ട വീട്ടിലേക്ക് ഞാൻ വരില്ല. വലിയ നിർബന്ധമാണെങ്കിൽ ഈ വയ്ക്കോ. ബുദ്ധിയില്ലാത്തവരെന്തെങ്കിലും ചെയ്തതിന് എന്നോട് എങ്ങനെ കാണിക്കണം? എന്തിനാ? നസീമ, അന്നോടല്ല, പടച്ചോൻ പൊറുക്കാത്ത പണിയല്ലേ ചെയ്തത്. ആ വീട്ടിലേക്ക് എനിക്കും ഇഷ്ടമുണ്ടായിട്ടല്ല, എന്റെ പൊരയല്ലേ, പോവാതിരിക്കാൻ പറ്റൂ? പോവാണെങ്കില് ഇവിടുത്തെ സ്വത്ത് വാങ്ങണ കാര്യം ബാപ്പ മുമ്പ് ഏറ്റല്ലേ, അതുമൊന്ന് ചോദിക്കായിരുന്നു. കൊണ്ടുപോവോ? ഷക്കീലാനെ കണ്ടിട്ട് പുയ്യാപ്പിള എന്ത് പറഞ്ഞു? 100 വട്ടം കബൂല്. അല്ല സെക്കിലൊക്കോ? ഓക്കിഷ്ടായി. അല്ലാത്ത കേസ് കുട്ടിമൂത കൊണ്ടുവരോ? എന്നാ വിളിക്കട്ടെ. വിളിച്ചോളി. ഒരു ദിവസം നേരത്തെ നടത്തി അത്ര നല്ലത്. അതൊക്കെ നിങ്ങൾ പറയണ പോലെ. എന്തേ? എന്നാ വരി, ലേശം ചായ കുടിക്കാം. വരി വരി. ആയിക്കോട്ടെ. ആ കുട്ടിക്ക് വേണമെന്നില്ല. റഫീഖ് എന്നിവിടെ പെണ്ണ് കാണാൻ വരുന്നു എന്ന് പറഞ്ഞു കേട്ടപ്പോ വിശ്വാസം വന്നില്ല. കൺമുന്നിൽ കണ്ടത് വിശ്വസിക്കാലോ അല്ലേ? മനസ്സിലായി, എല്ലാരും മനസ്സിലായി. ജമാല നിക്ക് പറയട്ടെ. വേണ്ട, ഒന്നും പറയണ്ട. എന്റെ പെങ്ങളെ ജീവിതം കൊണ്ടാ ഇങ്ങനെ കളിച്ചത്. അത് ആ കല്യാണം നടക്കുമോ നടക്കില്ല എന്ന് ഉറപ്പില്ല എന്ന് നിന്നപ്പോ കുട്ടിമൂസ പറഞ്ഞ്. അതെ, അത് റഫീഖ് ചോദിച്ച പൊന്നും പണവും പറഞ്ഞ നേരത്ത് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയാതെ ഞാനൊരാൾ വിചാരിച്ചിട്ട് എന്ത് നടക്കാനാ? എന്നാ പിന്നെ ഇതെങ്കിലും കഴിഞ്ഞു പോട്ടെ എന്ന് വിചാരിച്ചു. ഈ സഭ മനസ്സിലാക്കല്ലേ, അന്റെ പെങ്ങൾക്ക് ഒരു കല്യാണം ഉണ്ടാക്കല്ലേ വേണ്ടി അത് ഞാൻ ഏറ്റു. 10 ഉറുപ്പ്യ കിട്ടുന്നുണ്ടാ? പറഞ്ഞ വാക്ക് 10 വട്ടം മാറ്റി പറയണേ ഇങ്ങളോട്. എനിക്കൊന്നും പറയാനില്ല. അല്ലെങ്കിലും പുതുപ്പണത്തിന്റെ അഹങ്കാരപ്പുറത്ത്
ഈ പുരയിൽ നടക്കണമെന്നും മനുഷ്യന്മാർക്ക് ചേർന്നാൽ. ജമാലെ, നസീമ, ഈ പോരണ. ജമാലെ, ഈ എന്തിനെ കൊണ്ടുപോകുന്നത്? ചോദിക്കാനും പറയാനും എനിക്കറിയാം. നൈതിങ്കോയ, കുറെ സ്വത്തും പണവും ഹാജിന്നൊരു പേരുണ്ടായോണ്ട് എല്ലാം തേഞ്ഞെന്ന് എനിക്ക് തോന്നിയില്ലേ? ഈ പഠിച്ച ചെറ്റത്തര പക്കെങ്കിലേ ഞമ്മളോട് വേണ്ടില്ലേ നീ? അജയരെ, ഒരേന്റെ ഉമ്മറത്ത് വന്ന് തോന്നിയാസം വിളിച്ച് പറയരുത്. ഈ എഴുതാണ്ടാ തോന്നിയാസം? ഒരു മുസൽമാന് ചേരാത്ത പണി. ഞാൻ ഇപ്പൊ എന്ത് ചെയ്തിട്ടാണ് വാപ്പയും മോനോട് കിടന്നി തുള്ളണത്? എന്റെ മോളെ കെട്ടിക്കൽ എന്റെ ആവശ്യം. പടച്ചോൻ ഉതക്കം ചെയ്തിട്ട് അന്തസ്സായിട്ട് നടത്താനുള്ള പൈസ ഇന്ത്യയിലുണ്ട്, നടത്തുകയും ചെയ്യും. ദേ നടത്തറ നടത്ത്. അക്കൂട്ടത്തില് എന്റെ രണ്ടാമത്തെ മൂക്കും കൂടി ഒരു പുതിയാപ്പിളിനെ തെരഞ്ഞു. പണം ഉണ്ടല്ലോ എന്റെ കയ്യില്. വേണ്ടി വന്ന അതും ചെയ്തോളാ. ജമാൽ ഇറങ്ങിക്കോ. പടച്ചോനും പടപ്പോൾക്കും നിരക്കാത്ത കൂട്ടായിട്ടുള്ള ബന്ധം നമുക്ക് വേണ്ട. ഇപ്പന്റെ കൂട്ടത്തിൽ ഇവിടുന്ന് ഇറങ്ങിയില്ലെങ്കിൽ ഇങ്ങനൊരു മോൻ എനിക്കില്ലാന്ന് ഞാൻ വിചാരിച്ചോളാം. പാപ്പയും മോനും ഓലപ്പാമ്പ് കാണിച്ച പേടിക്കണമെന്നല്ല മൊയ്തീൻ കോയ ആജി. ഇറങ്ങണമെങ്കില് ഇപ്പൊ ഇറങ്ങിക്കോ. കാക്ക